എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ ഇന്ന് അവസാനിക്കുന്നതാണ്. ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുകയും അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അപേക്ഷയിലെ തെറ്റ് കാരണം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിൽ പോയ സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ തരില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടില്ല എന്ന് പറഞ്ഞു, അതല്ല പഞ്ചായത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കാസ്റ്റ് കാറ്റഗറി ഇതൊക്കെ തെറ്റിയത് കാരണവും നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അതായത് ഈ ഒരു +1ൻ്റെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളും അതുപോലെ മറ്റു ജില്ലകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിച്ച് ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ, അതുപോലെ തന്നെ അപേക്ഷയിലെ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ ഒരു തെറ്റുകൾ തിരുത്താനും അതുപോലെ എന്തെങ്കിലും ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സുകൾ കയ്യിലുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വേക്കൻസി ലിസ്റ്റ് അനുസരിച്ച് പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾക്കിവിടെ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ SWS അതുപോലെ കാൻഡിഡേറ്റ് ലോഗിൻ MRS എന്നിങ്ങനെ രണ്ട് ലിങ്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ആദ്യത്തെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ളത് മെറിറ്റ് സീറ്റിലേക്കും MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കുമുള്ള അപേക്ഷയാണ്. ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് ആ ഒരു വിഭാഗത്തിലും അപേക്ഷിക്കാം. അതുപോലെ ആവശ്യമുള്ളവർക്ക് ഒന്നിലധികം ജില്ലകളിലേക്ക് വേണമെങ്കിലും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ആ ഒരു ജില്ലയിൽ ഓൾറെഡി ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് കൂടി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മുമ്പ് അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാവും, അതായത് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും ഒക്കെ ഉള്ള ആ ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷ സമർപ്പിക്കണം. ഇതുവരെ നിങ്ങൾ അപേക്ഷിക്കാത്ത ഒരു ജില്ലയാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ആ ഒരു ജില്ലയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ നിങ്ങൾക്ക് പുതുതായിട്ട് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം പറയാം. നിങ്ങൾക്കിവിടെ ഈ ഒരു SWS ലിങ്ക് മുഖേനയും അതുപോലെ MRS ലിങ്ക് മുഖേനയും രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്കും അതുപോലെ തന്നെ ഈ ഒരു SWS അതായത് ഈ ഒരു മെറിറ്റ് സീറ്റിലേക്കുമുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു രണ്ട് വിഭാഗങ്ങളിലും വേക്കൻസി കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മെറിറ്റ് സീറ്റിൽ അപേക്ഷിക്കാം, അതിനുശേഷം നിങ്ങൾക്ക് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് ഓപ്ഷൻ വെക്കാം. അപ്പോൾ ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ സ്കൂൾ വൈസ് വേക്കൻസീസിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഏതൊക്കെ ജില്ലയിൽ അപേക്ഷിക്കുന്നു ആ ഒരു ജില്ല ഓരോ പ്രാവശ്യവും ഇതേ രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ജില്ലയിലെ വേക്കൻസി കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഗേൾസ് സ്കൂളുണ്ട്, ബോയ്സ് സ്കൂളുണ്ട്, അതുപോലെ തന്നെ കോ എഡ്യൂക്കേഷൻ സ്കൂളുണ്ട്. ഗേൾസ് സ്കൂളാണെങ്കിൽ അവിടെ ഗേൾസിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ കോ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും അപേക്ഷിക്കാം. അതുപോലെ തന്നെ ബോയ്സ് സ്കൂളാണെങ്കിൽ ബോയ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്കൂളിൻ്റെ ജെൻഡർ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്കൂൾ ഇപ്പോൾ കോ എഡ്യൂക്കേഷനുള്ള ഈ ഒരു സ്കൂളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ ജനറൽ സീറ്റിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ കാറ്റഗറി ഇപ്പോൾ SC ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ആ ഒരു SC സീറ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. അതല്ല നിങ്ങളിപ്പോൾ മുസ്ലിം ആണെങ്കിൽ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ST ആണെങ്കിൽ ആ ഒരു സീറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ നിങ്ങൾ ഈ ഒരു ഇയവ വിഭാഗം ആണെങ്കിൽ ഇയവ തിയ ബില്ലാവ ആ ഒരു വിഭാഗത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ജനറൽ സീറ്റിൽ അപേക്ഷിക്കാം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് മറ്റു വിഭാഗങ്ങളിൽ നിങ്ങൾ ഏത് വിഭാഗത്തിലാണോ ഉള്ളത് അതിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു കാറ്റഗറിയിലും അതുപോലെ ജനറൽ കാറ്റഗറിയിലും നിങ്ങൾ ഓപ്ഷൻസ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അത് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എത്ര സ്കൂളിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. വേക്കൻസി അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ സ്കൂളിൻ്റെ കോഡ് കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. കാരണം സ്കൂളിൻ്റെ കോഡാണ് ഈ ഒരു അപ്ലൈ ചെയ്യാനായിട്ട് കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു നിങ്ങൾക്ക് വേണ്ട വേക്കൻസി ഒക്കെ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ കൃത്യമായിട്ട്
നിങ്ങൾ ഒരു പേപ്പറിൽ ആ ഒരു സ്കൂളിൻ്റെ കോഡ് എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കണം സ്കൂളിൻ്റെ പേരും കോഡും എഴുതി വെക്കേണ്ടത്. കാരണം കോഡ് നൽകി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്കൂൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ടും വരുന്നതാണ്. അതുകൊണ്ടാണ് സ്കൂളിൻ്റെ പേരും കോഡും കറക്റ്റായിട്ട് നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ എഴുതി വെക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് കാണാം. ഇത് മെറിറ്റ് സീറ്റിൻ്റേതാണ്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണെങ്കിൽ അതിൻ്റേത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കേണ്ടവരും അതുപോലെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളും നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ പുതുതായിട്ട് അപേക്ഷിക്കാൻ പോകുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് പത്തനംതിട്ടയാണ് സെലക്ട് ചെയ്തത്. ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു തിരുവനന്തപുരം ജില്ലയാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിക്കുന്നത് അതിനനുസരിച്ച് വേണം ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം എൻ്റെ സ്കീം, അതായത് SSLC എഴുതിയ വർഷം അല്ലെങ്കിൽ CBSE ICSE ഇതൊക്കെയാണെങ്കിൽ അതിനനുസരിച്ച് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു SSLC ആയതുകൊണ്ട് SSLC സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ പേര് ഒന്നുകൂടി ടൈപ്പ് ചെയ്യണം. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ കാൻഡിഡേറ്റ് നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് ഒരു സ്റ്റാറായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവിടെ കൃത്യമായിട്ട് അടുത്ത കൺഫേം കാൻഡിഡേറ്റ് നെയിം എന്നുള്ളിടത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അത് മാച്ച് ചെയ്യും. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ അത് അടുത്ത ആ ഒരു ഡീറ്റെയിൽസൊക്കെ അവിടെ എറർ കാണിക്കില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മന്ത് ഓഫ് പാസ്, ഇയർ ഓഫ് പാസ് എന്നിവയൊക്കെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇയർ ഓഫ് പാസ് ഞാൻ ഈ വർഷം പാസ്സായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അതുപോലെ മന്ത് ഓഫ് പാസ് മാത്രമേ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാണ്ട്, അതായത് നിങ്ങളുടെ ബർത്ത് ഡേറ്റ്, അതായത് നിങ്ങളെ ജനിച്ച ദിവസം, അത് ജനിച്ച ആ ഒരു ബർത്ത് ഓഫ് ഡേറ്റ് കൊടുക്കാണ്ട്, അതായത് ആദ്യം ഡേ പിന്നീട് മന്ത് പിന്നീട് ഇയർ ആ ഒരു ഫോമാറ്റിൽ കൊടുക്കുക. അതിനുശേഷം പിന്നീട് നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ വീണ്ടും മൊബൈൽ നമ്പർ കൊടുക്കുക. പിന്നീട് നിങ്ങൾക്ക് ഒരു മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് നമ്പേഴ്സ് കാണാം. നിങ്ങൾ എന്താണോ ആ ഒരു സമയത്ത് നമ്പർ കാണുന്നത് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ പിന്നീട് അടുത്ത പേജിൽ സെൻഡ് OTP ഓപ്ഷൻ വരും. അപ്പോൾ ആ ഒരു സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതാണ്. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പേജിൽ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു 2 ബോക്സ് വരും. അപ്പോൾ അവിടെ പാസ്വേഡ് 2 പ്രാവശ്യം സെയിം പാസ്വേഡ് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പാസ്വേഡ് അപ്ഡേറ്റ് ആയി. അപ്പോൾ അതിനുശേഷം അടുത്ത പേജിൽ കൺഗ്രാജുലേഷൻസ് യുവർ ആപ്ലിക്കേഷൻ നമ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു പേജ് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ആദ്യം തന്നെ ആ ഒരു പാസ്വേഡ് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. പിന്നീട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും കൃത്യമായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഓൾറെഡി ആപ്ലിക്കേഷൻ ഒരു ജില്ലയിൽ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുക്കുക. പുതുതായിട്ട് അപേക്ഷ സമർപ്പിച്ചവർ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അപ്പോൾ സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് കാണാൻ പറ്റും. അതായത് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിൽ ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുത്തിരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്കാണ് കാണാൻ പറ്റുക. റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കാണ് പറ്റുക. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ നിങ്ങളുടെ കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ, അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ അഡ്രസ്സ്, നിങ്ങളുടെ ഫാദർ, മദർ എന്നിവരുടെ പേര്, ഗാർഡിയൻ്റെ പേര്, അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പർ, അതുപോലെ ഇമെയിൽ ID, അതുപോലെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഓൾറെഡി മുമ്പ് കൊടുത്ത ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കി എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക. കാരണം ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി ആപ്ലിക്കേഷൻ തിരുത്താനുള്ള ഒരു അവസരം കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഈ ഒരു എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ആണോ എന്നുള്ളത് നോക്കുക. അതുപോലെ ആപ്ലിക്കേഷനിൽ പുതുതായിട്ട് നൽകുന്നവർ ആ ഒരു ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. പിന്നീട് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റാണ് എങ്കിൽ, അതുപോലെ തന്നെ EWS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ EWS സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ യെസ് എന്ന് സെലക്ട് ചെയ്യാവൂ, ഇല്ലെങ്കിൽ നോ എന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഓട്ടോമാറ്റിക്കലി നോ എന്നാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ യെസ് എന്ന് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല.
അതുപോലെ തന്നെയുള്ള റിസർവേഷൻ ഡോക്യുമെൻസിൻ്റെയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്തും ഇതേ രീതിയിൽ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം, തെറ്റിപ്പോകരുത്. പിന്നീട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റും. SSLCയുടേത് CBSE ആണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊടുത്ത് എല്ലാം ശരിയാണോ എന്ന് നോക്കിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള പേജാണ്. ഓപ്ഷൻ നൽകാനുള്ള പേജ് ഇതുപോലെയാണ് ഉണ്ടാവുക. ഇതുപോലെ നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റ് എന്ന് ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ സ്കൂൾ കോഡ് കൊടുക്കണം. പിന്നീട് കോഴ്സ് അവിടെ ഓട്ടോമാറ്റിക്കലി വരും. സ്കൂൾ കോഡ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി കോഴ്സ് വരും. അപ്പോൾ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആഡ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂൾ കോഴ്സ് വേണോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ആഡ് ചെയ്യുക. അതുപോലെ ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓരോ ഓപ്ഷനും താഴെ ലിസ്റ്റഡ് ആയിട്ട് ഇതുപോലെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഓപ്ഷൻ നേരെ ഇതുപോലെ ഒരു ഡിലീറ്റ് അതായത് ഒരു റൗണ്ട് സിമ്പലിൽ ഒരു ചുവപ്പ് കളറിലായിട്ട് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എത്രാമത്തെ സ്ഥാനത്തെങ്കിലും ഓപ്ഷനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇവിടെ ലാസ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് അവിടെ നിങ്ങൾക്ക് എത്രാമതായിട്ടാണ് ഓപ്ഷനെ അടുത്തതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതനുസരിച്ച് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ ഏതെങ്കിലും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ എഡിറ്റ് ചെയ്യണമെങ്കിലോ അതിന് നേരെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ നിങ്ങൾ എല്ലാവിധ ഓപ്ഷൻസും നൽകിയ ശേഷം സേവിൽ ക്ലിക്ക് ചെയ്ത് അത് സേവ് ചെയ്യുക. പിന്നീട് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഉണ്ടാവും. സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസിൽ ബോണസ് പോയിന്റ് അതുപോലെ തന്നെ ടൈ ബ്രേക്ക് ഇതുപോലെ അങ്ങനെ എന്തെങ്കിലും ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അതായത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടി വരിക. അപ്പോൾ അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ആ ഒരു ഡോക്യുമെൻസിൻ്റെ ഇഷ്യൂ അതോറിറ്റി അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ സർട്ടിഫിക്കറ്റ് ഡേറ്റ് ഇതുപോലെ ഉള്ള ഡീറ്റെയിൽസൊക്കെ ചോദിക്കും. അതൊക്കെ കൃത്യമായിട്ട് ആഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസുകൾ എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ടോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസുകൾ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് അതും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പ്രിവ്യൂ പേജിലെത്തും. പ്രിവ്യൂ പേജ് എന്ന് പറയുന്നത് നിങ്ങൾ അതുവരെ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ പറ്റുന്ന പേജാണ്. അപ്പോൾ അതിൽ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങളൊരു 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ചെക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ചില സമയത്ത് ആദ്യം നോക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും തെറ്റ് കാസ്റ്റ് കാറ്റഗറി റിലീജിയൻ അതുപോലെ പഞ്ചായത്ത് താലൂക്ക് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഇങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ തെറ്റിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 പ്രാവശ്യം പരിശോധിക്കുക. അപ്പോൾ അങ്ങനെ പരിശോധിച്ച് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവരങ്ങളോ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു പ്രിവ്യൂ പേജിൽ ഓരോ സൈഡിലായിട്ടും ഓരോ ഡീറ്റെയിൽസിൻ്റെ നേരെ എഡിറ്റ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, എഡിറ്റ് ഓപ്ഷൻസ്, എഡിറ്റ് സർട്ടിഫിക്കറ്റ്സ് അതുപോലെ തന്നെ എഡിറ്റ് മാർക്ക് ഡീറ്റെയിൽസ് അതായത് എഡിറ്റ് ഗ്രേഡ് ഡീറ്റെയിൽസ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ ഏത് വിവരമാണോ എഡിറ്റ് ചെയ്യേണ്ടത് അതിന് നേരെയുള്ള എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു പേജിൽ പോയിട്ട് വീണ്ടും ആ ഒരു വിവരങ്ങൾ എഡിറ്റ് ചെയ്യാവുന്നതും പിന്നീട് നേരത്തെ വന്നതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സേവ് ചെയ്ത് വരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താവുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വീണ്ടും പ്രിവ്യൂ പേജിലെത്തും. പ്രിവ്യൂ പേജിലെത്തി ഒന്നുകൂടി ഒരു 2 പ്രാവശ്യം ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തിട്ട് അതായത് നിങ്ങളോട് 2 പ്രാവശ്യം ചെക്ക് ചെയ്യണമെന്ന് പറയാനുള്ള കാരണം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു സമയത്താണ് തെറ്റ് കണ്ടെത്തുന്നതെങ്കിൽ പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള യാതൊരുവിധ ചാൻസും കിട്ടത്തില്ല. അതുകൊണ്ടാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പ്രിവ്യൂ പേജ് പരിശോധിച്ച് ഒന്നും തെറ്റില്ല, പുതിയ ഓപ്ഷൻ കൂട്ടിച്ചേർക്കേണ്ടതില്ല എന്നൊക്കെ ആണെങ്കിൽ കൂട്ടിച്ചേർക്കണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് ഡിക്ലറേഷൻ ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേംഡ് ആയി. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാനുള്ളത്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ പുതുതായിട്ട് ആപ്ലിക്കേഷൻ നൽകുക. ഓൾറെഡി ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും അപേക്ഷയിൽ തെറ്റുണ്ടായിരുന്ന വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തിയിട്ട് വേണം പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്തിട്ട് വേണം ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.